ഹലോ അസ്സാം വലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ ഡേ 3 ചാലഞ്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആയത്തുൽ കുർസി ബോർഡർ കൊടുത്തിട്ട് അലിഫ് എന്ന ലെറ്റർ മെയിൻ ആക്കി വെച്ചിട്ടാണ് ഈ ക്യാൻവാസിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 90 റുപ്പീസിന് എജുമാർട്ടിൽ ഒരു ക്യാൻവാസ് വാങ്ങിയിരുന്നു. അതേപോലെ തന്നെ ടോക്കേഴ്സ് ഡീപ്പാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് കൊടുത്ത കളറും. ആപ്ലിക്കേഷൻ ബ്രഷ് വഴിയോ സ്പാച്ചിൽ വഴിയോ ചെയ്യാം. അതേപോലെ തന്നെ അക്രലിക് വൈറ്റ് കളർ വെച്ചിട്ട് സ്പോഞ്ചോട് ഞാൻ ജസ്റ്റ് ഒരു ഫോഗ് കളർ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ വൈറ്റ് ആൻഡ് മെറ്റാലിക് കളർ മിക്സ് ചെയ്തിട്ട് ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മേലെ ഞാൻ ആയത്തെക്കുറിച്ച് ജസ്റ്റ് പെൻസിലുകൊണ്ട് എനിക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട്, മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേലെ വരച്ചത്. അപ്പോൾ റോക്കോൻ്റെ പെയിൻറ്റ് മാർക്കർ കൊണ്ട് ഒരു മാർക്കർ വെച്ചിട്ട്, ചിസൽ ടൈപ്പുള്ള മാർക്കർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ആയത്തുൽ കുർസി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പിൻട്രസ്റ്റ് ലിങ്ക്, ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് എഴുതുന്നത്. പിൻട്രസ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ചിസൽ ടിപ്പുള്ള മാർക്കർ കൊണ്ടായതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഒന്നുകിൽ പെയിൻറ്റ് ബ്രഷ്, തിന്നായിട്ടുള്ള പെയിൻറ്റിൻ്റെ ബ്രഷ് കൊണ്ട് ഇത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഗോൾഡൻ മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ മാർക്കർ വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആയത്തുൽ കുർസി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ എനിക്കിതുവരെ കലം കൊണ്ട് എഴുതിയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ഉള്ള ഡേയ്സിൽ ഇൻഷാ അല്ലാഹ് കലം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് കാലിഗ്രഫി ഞാൻ കുറച്ച് നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡിറ്റിങ്ങും പിന്നെ അതേപോലെ തന്നെ അപ്ലോഡിങ്ങും കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കാലിഗ്രഫി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഇതെന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഈ സെയിം തിങ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ടാഗ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അത് റീഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ക്യാൻവാസ്, പെയിൻറ്റ്, ഈ മാർക്കേഴ്സ് ഇതൊക്കെ എജുമാർട്ടിൽ അവൈലബിൾ ആണ്. ഈ ഗോൾഡൻ മാർക്കർ ഞാൻ ഖത്തറിന്ന് വാങ്ങിയതാണ്. ഞാൻ യൂഷ്വലി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എജുമാർട്ടിൽ നിന്നാണ് വാങ്ങാറുള്ളത്. എനിക്ക് ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ നേരിട്ട് പോയിട്ട് മെറ്റീരിയൽസ് കണ്ടിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് പെയിൻറ്റ്സേ ഉള്ളൂ. അത് വെച്ചിട്ട് ഈ മാക്സിമം ഈ 30 ഡേയ്സിൽ ഫുള്ളാവുന്ന രീതിയിൽ കാലിഗ്രഫീസൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബോർഡേഴ്സ് മാത്രം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്യാൻവാസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് 2-3 കാലിഗ്രഫി ഇപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒറിജിനൽ വർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കാലിഗ്രഫി ഉണ്ടെങ്കിൽ, ചെയ്യാൻ താല്പര്യമുള്ള കാലിഗ്രഫി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ അടുത്ത വരുന്ന ഡേയ്സിൽ ട്രൈ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആയത്തെക്കുറിച്ച് എഴുതിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, ആഡ് ചെയ്യാം. അപ്പോൾ ഈ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ എനിക്ക് ട്രേസിങ് പേപ്പറിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ മെഷർമെൻറ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ബിക്കോസ് അത്ര വേഴ്സേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ലെറ്റേഴ്സ്. അപ്പോൾ ഏകദേശം ഒതുങ്ങുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വേറൊരു ഗോൾഡൻ മാർക്കർ വെച്ചിട്ട് ഞാൻ നുക്താസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ചാർട്ടും സൈഡിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്തതാണ്. പിന്നെ എൻ്റെ കയ്യിലൊരു റാപ്പിംഗ് പേപ്പർ ഉണ്ടായിരുന്നു. അതെനിക്ക് ആ നടുക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ റാപ്പിംഗ് പേപ്പർ കൊടുത്താൽ കേട്ടോ. പിന്നെ ഗോൾഡൻ ഷീറ്റിൽ ഞാൻ അലിഫ് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ വേറെ പേപ്പറിൽ അലിഫ് വരച്ചതിന് ശേഷം കട്ടൗട്ട് ചെയ്താണ് ഗോൾഡൻ പേപ്പർ. അപ്പോൾ ഇത് ഞാൻ ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധിക്കണം, സ്ലാൻഡിങ് അല്ലാത്ത രീതിയിലായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇന്നത്തെ കാലിഗ്രഫി ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ ടാഗ് ചെയ്യുക. ആൻഡ് ഇതാണ് ഞാൻ എടുത്ത ഫോട്ടോസ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് അസ്സലാമു അലൈക്കും.